+1 ഫിസിക്സിൻ്റെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന അധ്യായത്തിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ തന്നിരുന്നു. നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകന് അത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും എനിക്കറിയാം. നിങ്ങൾ അയച്ചു കൊടുത്ത ഉത്തരം ശരിയാണോ എന്ന് നോക്കിയാലോ? അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ ബസ് ആൻഡ് എ കാർ മൂവിംഗ് വിത്ത് ദ സെയിം കൈനറ്റിക് എനർജി ആർ ബ്രോട്ട് ടു റെസ്റ്റ് ബൈ അപ്ലൈയിങ് an equal retardation force by the braking system. Which one will come to rest at a shorter distance? ഇതിനുത്തരം change in kinetic energy is equal to work according to work energy theorem. അതനുസരിച്ച് delta K is equal to Fs. കാറിൻ്റെ കേസിൽ delta K car is equal to F car into S car and take it as equation number 1. And ബസ്സിൻ്റെ കേസിൽ നമ്മളത് എഴുതുമ്പോൾ ഡെൽറ്റ കെ ബസ് ഇസ് ഈക്വൽ ടു എഫ് ബസ് ഇൻറ്റു എസ് ബസ് ആൻഡ് ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ കെ കാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ കെ ബസ് ഇസ് ഈക്വൽ ടു എഫ് കാർ എസ് കാർ ഡിവൈഡഡ് ബൈ എഫ് ബസ് എസ് ബസ്. ലെഫ്റ്റ് സൈഡിൽ ഡിവിഷൻ കഴിയുമ്പോൾ ആൻസർ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറി. So 1 is equal to S car divided by S bus. അങ്ങനെയാണെങ്കിൽ S car is equal to S bus. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? Both will travel equal distance. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണല്ലോ അല്ലേ? അപ്പോൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന അധ്യായത്തിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ടേം ചോദിക്കുകയാണ് നിങ്ങളോട്. വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള അധ്യായത്തിലൊക്കെ അല്ലേ? വേരിയബിൾ ഫോഴ്സ് എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം? ആ വാക്കിൽ തന്നെയുണ്ട് വേരിയബിൾ. വേരിയബിൾ എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാന്നർത്ഥം. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ ഫോഴ്സ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ഓരോ സമയത്തും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോഴ്സിനെ നമുക്ക് എന്തായിട്ട് പറയാം? വേരിയബിൾ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ വേരിയബിൾ ഫോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഒരു വേരിയബിൾ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞതാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ഭാഗത്ത് നമുക്ക് വർക്ക് ചെയ്തു എന്ന് പറയാമെന്ന് അല്ലേ? അപ്പോൾ പക്ഷേ ആ ഫോഴ്സിൻ്റെ പ്രത്യേകത വേരിയബിൾ എന്നാണെങ്കിൽ വർക്കിന് എന്തായിരിക്കും സംഭവിക്കുക? ആ കാര്യം കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഗ്രാഫിൻ്റെ സഹായം തേടാം. ഇതാ ചിത്രത്തിൽ കാണുന്ന പോലെ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഗ്രാഫിൽ എഫ് എക്സും എക്സും കൂടെ ചേർത്തിട്ടാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത് അല്ലേ? വെൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ഫോഴ്സ് എഫ് ഓഫ് എക്സ് വേരീസ് വിത്ത് പൊസിഷൻ, ദ വർക്ക് ഡൺ ബൈ സച്ച് എ ഫോഴ്സ് ഫോർ ആൻ ഇൻഫിനിറ്റ്സിമൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഗിവൺ ബൈ. ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്കിനെ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഡെൽറ്റ ഡബ്ല്യു കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് എന്നതാണ്. ഇതൊരു സ്മോൾ വർക്ക് ഡൺ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ പൊസിഷൻ നോക്കുക. എക്സ് ഐയിൽ തുടങ്ങി എക്സ് എഫ് വരെയുള്ള പൊസിഷൻ വെച്ചിട്ട് നമ്മളതിനെ സം കണ്ടുപിടിക്കുക. സമ്മേഷൻ കാണുകയാണ്. സോ ഡബ്ല്യു ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. എക്സ് ഐ മുതൽ എക്സ് എഫ് വരെയുള്ള ഓരോ പൊസിഷനുകളിലും ഇതുപോലെ ചെറിയ 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 വർക്കുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനെല്ലാത്തിനും കൂടെ ചേർത്തിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ വർക്ക് കാണാൻ പറ്റും. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ്സ് ആർ അലൗഡ് ടു അപ്രോച്ച് 0, then the sum approaches a definite value equal to the area under the curve. അതായത് ടോട്ടൽ വർക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്ത് ലിമിറ്റ് ടെൻസ് ടു 0 ആവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് പറഞ്ഞല്ലോ, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ലിമിറ്റ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ എക്സ് ഐ മുതൽ എക്സ് എഫ് വരെയുള്ള ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തുള്ള വർക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ലിമിറ്റ് ടെൻസ് ടു 0 ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമ്മൾ വരച്ച ഗ്രാഫിന് നേരെ താഴെ വരുന്ന ഏരിയയോട് ഈക്വൽ ആയിരിക്കും. അതെങ്ങനെ നമുക്കൊരു ഇക്വേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു limit delta x tends to 0 sigma xi to xf f of x delta x. That can also be written as integral xi to xf f of x dx, where the limit stands for the limit of a sum when delta x tends to 0. Thus
For a varying force, the work done can be expressed as a definite integral of force over displacement. ഈ ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഏരിയ ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനായിരിക്കും? അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഒരു വേരിയിങ് ഫോഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ ടോട്ടൽ വർക്ക് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇത്തരത്തിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ കിട്ടുന്ന കർവിൻ്റെ തൊട്ട് താഴെ വരുന്ന ഏരിയ ആയിരിക്കും അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു പ്രോബ്ലം ചെയ്യാം. A woman pushes a trunk on a railway platform which has a rough surface. She applies a force of 100 Newton over a distance of 10 meter. Thereafter, she gets progressively tired and her applied force reduces linearly with distance to 50 Newton. The total distance through which the trunk has been moved is 20 meter. Plot the force applied by the woman and the frictional force, which is 50 Newton versus displacement. Calculate the work done by the two forces over 20 meter. ചോദ്യം ശ്രദ്ധിച്ചുവല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കേസിനെ വെച്ചുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ആ ഗ്രാഫിൻ്റെ ഏകദേശ ഷേപ്പ് നിങ്ങൾ കാണുന്നുണ്ട്. അതിനെ നമ്മൾ പല പോയിന്റുകളായിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. എ, ബി, സി, ഡി, ഇ, എഫ്, ഐ, ജി, ഈ ടേമുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഇതിൽ ഓരോ പോയിന്റിനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ബേസിസിൽ ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് നോക്കാം. At x is equal to 20 meter, F is equal to 50 Newton അല്ലേ? We are given that the frictional force F is 50 Newton and it opposes motion and acts in a direction opposite to F. It is therefore shown on the negative side of the force axis. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. The work done by the woman is WF is a sum of area of the rectangle ABCD and ഏരിയ ഓഫ് ദ ട്രപ്പീസിയം CEID. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ വർക്ക് ഡൺ കാണാനായിട്ട് ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഇവിടെ രണ്ട് ഏരിയാസ് ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു WF ഇസ് ഈക്വൽ ടു 100 × 10 ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ കാണുകയാണ് നമ്മൾ, പ്ലസ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനായിട്ട് 1/2 × 100 + 50 × 10. അത് ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് 1000 + 750 ദാറ്റ് ഈസ് 1750 ജൂൾ എന്നാണ് നമുക്ക് കിട്ടുക. And again the work done by the frictional force and it is WF is the area of the rectangle AGHI. AGHIയുടെ ഏരിയ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഏരിയ കാണാൻ നേരത്ത് നമ്മൾ സാധാരണ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുക്കാറുണ്ട്. ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് താഴേക്കുള്ള നെഗറ്റീവ് ആക്സിസിലായതുകൊണ്ട് അതിൻ്റെ വാല്യൂ കാണുമ്പോൾ -50 × 20 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1000 ജൂൾ. The area on the negative side of the force axis has a negative sign. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ രണ്ട് രീതിയിലും വർക്ക് ഡൺ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ശ്രദ്ധിച്ചുവല്ലോ അല്ലേ? ഇവിടുത്തെ ഒരു വേരിയബിൾ ഫോഴ്സസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മളുടെ ഈ ചോദ്യം വന്നത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന വർക്ക് എനർജി തിയറം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അങ്ങനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറത്തെ ഡിഫൈൻ ചെയ്തത്. ഈ വർക്ക് എനർജി തിയറം ഇവിടെ ഒരു വേരിയബിൾ ഫോഴ്സിന്റെ കേസിൽ എങ്ങനെയായിരിക്കും വരിക എന്ന് നമുക്കിനി നോക്കാം. ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി K is dk/dt is equal to d/dt of 1/2 mv². കൈനറ്റിക് എനർജിയുടെ ഡെറിവേറ്റീവ് ടൈം റേറ്റ് കാണുക എന്ന് പറഞ്ഞാൽ 1/2 mv² ടൈം റേറ്റ് കാണുക എന്നർത്ഥം. ഇനി ഡെറിവേറ്റീവ് കാണുമ്പോഴേക്കും v² എന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2v × dv/dt ആണ്. അപ്പോൾ 2 ക്യാൻസലായി പോയി നമുക്ക് കിട്ടുന്നത് mv × dv/dt എന്ന് കിട്ടും. അതിൽ dv/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, ദാറ്റ് ഈസ് ആക്സലറേഷൻ. സോ വി ക്യാൻ റൈറ്റ് m × dv/dt പകരം a കൊടുക്കാം. സോ m × a × v എന്ന് കൊടുക്കാം. ആൻഡ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ma ഇസ് ഈക്വൽ ടു f. സോ വി ക്യാൻ റൈറ്റ് f × v. dk/dt നമ്മളപ്പോൾ എഴുതിയത് f × v എന്ന് എഴുതി. That can also be written as f × dx/dt. വെലോസിറ്റി എന്നുള്ളതിന് പകരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള സിമ്പിൾ അനുസരിച്ചിട്ട് dx/dt എന്ന് കൊടുത്തു. Thus we can write dk is equal to f dx. അല്ലേ? രണ്ട് സൈഡിലും dt അങ്ങ് നമ്മൾ റിമൂവ് ചെയ്തു. സോ dk is equal to f dx എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ k കണ്ടുപിടിക്കാൻ പറ്റും? k കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ എവിടെ വരെ ചെയ്യണം? ഇനീഷ്യൽ പൊസിഷൻ തുടങ്ങി
ഫൈനൽ പൊസിഷൻ വരെ ചെയ്യണം. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് xi ആണ്, ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് xf ആണ്. സിമിലർലി ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ki ആണ്, ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് kf ആണ്. സോ വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ഫ്രം ki to kf dk is equal to xi to xf f dx. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് ഇൻ്റഗ്രൽ dk എന്ന് പറയുന്നത് k ആണ്. അതുപോലെ ഇൻ്റഗ്രൽ f dx ചെയ്യാൻ നേരത്ത് f is taking outside and integral dx is equal to x ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ dk എന്നതിന് പകരം നമ്മൾ k എന്ന് കൊടുത്തിട്ട് ലിമിറ്റ് കൊടുക്കുക. ki മുതൽ kf വരെയുള്ള ലിമിറ്റ് കൊടുക്കുക. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻ്റഗ്രൽ f dx എഴുതുക. സോ വി ഗെറ്റ് kf minus ki is equal to ഇൻ്റഗ്രൽ xi xf f dx. അതങ്ങനെ തന്നെ എഴുതുകയാണ്. കാരണം ഇൻ്റഗ്രൽ xi to xf f dx എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ആണ്. സോ ടോട്ടൽ വർക്ക് ഡണ്ണിന് നമുക്ക് w എന്നുള്ള സിമ്പിൾ കൊടുത്താൽ മതി. സോ ദ ഫൈനൽ ഇക്വേഷൻ ഈസ് kf minus ki is equal to w. സോ ഒരു വേരിയബിൾ ഫോഴ്സിന്റെ കേസിലേക്ക് വന്നപ്പോഴേക്കും വർക്ക് എനർജി തിയറത്തിന്റെ ഇക്വേഷനിൽ എന്ത് വ്യത്യാസം വന്നു? വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല അല്ലേ? നമ്മൾ സാധാരണ എഴുതിയിരുന്നത് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്നാണ്. അതിന് പകരം നമ്മളിവിടെ എന്ത് എഴുതി? കെ എഫ് മൈനസ് കെ ഐ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതി. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ ഫോം ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഇനി നമുക്ക് എനർജിയുടെ മറ്റൊരു രൂപം, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരാൾ കൈനറ്റിക് എനർജി ആയിരുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ആളായിരുന്നു പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള വാക്കിനർത്ഥം? പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. സോ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ, അല്ലേ? നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി. ഉദാഹരണമായിട്ട് നമുക്ക് ഏറ്റവും ഓർമ്മിക്കാനും മനസ്സിലാക്കാനും എളുപ്പമുള്ള ഒരു കാര്യമാണ് ഡാമിൻ്റെ കേസ്. ഡാമിനുള്ളിൽ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്നു. ആ വെള്ളം എന്ന് പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. വെള്ളം എന്ന് വെറുതെ അങ്ങ് പറയാൻ പറ്റില്ല. ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ഡാമിനുള്ളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ആ വെള്ളത്തിന് പുറത്തേക്ക് വരാൻ നേരത്ത് കിട്ടുന്ന ആ ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ അതിന് വരുന്ന ഒരു എനർജി എത്രയായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കാരണം അതിന് കിട്ടുന്ന ആ ഒരു എനർജിയെ നമുക്ക് ഈ പേരിൽ പറയാം, അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ സാധിക്കുക? Potential energy is a stored energy by virtue of the position or configuration of a body. ഒരു വസ്തുവിൻ്റെ കോൺഫിഗറേഷൻ കാരണമോ അതിൻ്റെ പൊസിഷൻ കാരണമോ അതിന് ലഭിക്കുന്ന എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ചില ഉദാഹരണങ്ങളിലൂടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. എ ബോഡി അറ്റ് എ ഹൈറ്റ് h above the ground possesses potential energy with respect to earth due to its position. ഒരു h ഹൈറ്റിൽ ഒരു വസ്തുവിനെ നമ്മൾ വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഗ്രൗണ്ടിൽ നിന്നും h ഹൈറ്റിൽ ഒരു വസ്തു ഇരിക്കുന്നു എന്ന് കരുതുക. അതിൻ്റെ പൊസിഷൻ കാരണം അതിന് കിട്ടുന്ന എനർജി. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു കംപ്രസ്ഡ് സ്പ്രിംഗ്. ഇറ്റ് പൊസസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് എ സ്ട്രെച്ച്ഡ് ബൗ, എ മാംഗോ ഓൺ എ മാംഗോ ട്രീ. ഇതെല്ലാം പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്ക് ഉദാഹരണങ്ങളായിട്ട് എടുക്കാൻ സാധിക്കും. ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്ക് നിത്യജീവിതത്തിൽ കാണുന്ന മറ്റു ചില ഉദാഹരണങ്ങളും ഉണ്ട്. ഞാനിത് പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഒരു പൊസിഷൻ കാരണം ഒരു വസ്തുവിന് ലഭിക്കുന്ന എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ഈ പൊട്ടൻഷ്യൽ എനർജിക്ക് കൈനറ്റിക് എനർജിയുമായിട്ട് ചില സാമ്യതകൾ നമുക്ക് പറയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡയമെൻഷനാണ്. കൈനറ്റിക് എനർജിക്കും എനർജിക്കും ഒക്കെ നമ്മൾ എന്ത് ഡയമെൻഷനാണോ പറഞ്ഞത്, സെയിം തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡയമെൻഷനായിട്ട് വരിക. ദാറ്റ് ഈസ് m l സ്ക്വയർ t റേസ് ടു -2. കൈനറ്റിക് എനർജിയിൽ പറഞ്ഞ പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നതും ജൂൾ തന്നെയാണ്. ഇനി മാത്തമാറ്റിക്കലി ഈ പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് വേറൊരു രൂപത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. f of x is equal to -dv/dx. അങ്ങനെയാണെങ്കിൽ xi മുതൽ xf വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ integral xi to xf f of x dx can be written as minus integral vi to vf dv. ആ dxനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ dv എന്ന് പറയുന്നത് v ആണ്. അതിനെ vi മുതൽ vf വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. സോ വി ക്യാൻ റൈറ്റ് മൈനസ് vf മൈനസ് vi. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ vi എന്നത് പ്ലസ് ആയി, vf എന്നുള്ളത് മൈനസ് ആയി. സോ ദ ഫൈനൽ ഇക്വേഷൻ ഈസ് ഇൻ്റഗ്രൽ xi to xf f of x dx is equal to vi minus vf. പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് ഈ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും.
ഇനി ഇതൊന്നും അല്ലാതെ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊസിഷനിൽ h ഹൈറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് അറിയാൻ നമുക്ക് ചെറിയൊരു ഡെറിവേഷൻ ചെയ്ത് നോക്കാം. ലെറ്റ് us കൺസിഡർ എ ബോഡി ഓഫ് മാസ് m which is at a rest at a height h above the ground. The work done in raising the body from the ground to the height h is stored in the body as its potential energy. When the body is taken vertically up through a height h, then the work done W is equal to force into displacement. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. അതിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ma എന്നതിന് പകരം ഇവിടെ നമുക്ക് mg എന്ന് കൊടുത്താൽ we can write W is equal to mgh and this work is stored as potential energy in the body. ഇതിനെയാണ് ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പറയുക. പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ നോർമലി കൊടുക്കുന്ന സിമ്പൽ u ആണെങ്കിൽ we can write u is equal to mgh. When released, the ball comes down with an increasing speed. താഴേക്ക് വരാൻ നേരത്തെ അതിന്റെ സ്പീഡ് കൂടിയാണ് വരിക. Just before it hits the ground, its speed is given by the kinematic equation v square is equal to u square plus 2as. തുടക്കത്തിൽ അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് 0 ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ യുവിന് പകരം നമുക്ക് 0 എന്ന് കൊടുക്കാം. സോ വി ക്യാൻ റൈറ്റ് v സ്ക്വയർ is equal to 0 plus 2gh. എന്നതിന് പകരം gയും sന് പകരം hഉം കൊടുത്തു. So v square is equal to 2gh and v is equal to root of 2gh. This equation can be written as half mv square is equal to half m into 2gh. Half mv square is equal to 2 cancel ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്തായിട്ട് മാറി? mgh എന്ന് മാറി. ആൻഡ് ഹാഫ് mv സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്, mgh എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ വി ക്യാൻ റൈറ്റ് k is equal to u. Kinetic energy is equal to potential energy. The gravitational potential energy of the object at height when the object is released is equal to kinetic energy. h ഹൈറ്റിൽ ഇരുന്ന ഒരു വസ്തുവിനെ മുകളിൽ നിന്നും താഴേക്ക് വീണതിന് ശേഷം അതിനെന്ത് സംഭവിച്ചു? അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ആൻഡ് ബോത്ത് ദ പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി ആസ് എ സെയിം. നമ്മളിപ്പോൾ ചെയ്ത ഒരു ഡെറിവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ ഒരു വസ്തുത അതാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമുക്ക് മനസ്സിലായി, കൈനറ്റിക് എനർജി ആണെന്ന് മനസ്സിലായി. ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ നമ്മളൊരു വസ്തുവിൻ്റെ മോഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ നേരത്ത് അത് ഫോഴ്സ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ പോകുന്നു, അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കാറുണ്ട്. ഇവർ സഞ്ചരിക്കുന്ന പാത്തിനെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് if the work done by a force in moving a body between two positions is independent of the path followed by the body, then such a force is known as conservative force. ഇങ്ങനെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇത്തരം ഫോഴ്സുകളെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സ്പ്രിംഗ് ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്, ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതിനെല്ലാത്തിനും നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കും? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഈ കൺസർവേറ്റീവ് ഫോഴ്സിന് ഇതല്ലാതെ മറ്റു ചില പ്രത്യേകതകൾ കൂടെയുണ്ട്. The work done by the conservative force depends only upon the initial and final position of the body. Initial and final position മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. And the work done by a conservative force around a closed path is 0. ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. The work done by the non-conservative force depends upon the path of the displacement of the body. നേരെ തിരിച്ച് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അത് ട്രാവൽ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിനെ നമുക്ക് നോൺ കൺസർവേറ്റീവ് എന്ന് പറയാൻ പറ്റും. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. മറ്റൊന്ന് വിസ്കസ് ഫോഴ്സ്. ഈ വിസ്കസ് ഫോഴ്സിനെ കുറിച്ചെല്ലാം ഇനി വരുന്ന അധ്യായങ്ങളിൽ നിങ്ങൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ചും നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് വേരിയബിൾ ഫോഴ്സ് ആയിരുന്നു അല്ലേ? വേരിയബിൾ ഫോഴ്സ് കാരണം എത്ര വർക്ക് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ തുടർന്ന് വന്നപ്പോഴേക്കും വർക്ക് എനർജി തിയറത്തിൽ ഈ വേരിയബിൾ ഫോഴ്സിൽ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചു. അതിനുശേഷമാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചത്. ആൻഡ് ദ ഇക്വേഷൻ mgh എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിലാണ് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും മനസ്സിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നത്തെ ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫ്രം ദ ഗിവൺ ടേബിൾ draw the force displacement curve. And the second question, analyze the graph and find the type of force involved. And the third question, estimate the work done. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമാണ് തന്നിട്ടുള്ളത്.
ഫോഴ്സിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക, അതോടൊപ്പം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂയും ശ്രദ്ധിക്കുക. ഈ 2 വാല്യൂസ് വെച്ചിട്ട് വേണം മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ. ആദ്യം ഒരു ഗ്രാഫ് വരയ്ക്കണം, രണ്ടാമത് ആ ഗ്രാഫിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് ഇവിടെ എന്ന് പറയണം, മൂന്നാമത് ഇവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നാണെങ്കിലും അതിന് 3 സെക്ഷനുകളുണ്ട്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഉത്തരമാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. വർക്ക്, എനർജി ആൻഡ് പവർ എന്ന അധ്യായത്തിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.